Hello everyone, I'm Miss Maria Joseph, cadet of Alphonse College Park. I'm here to present the topic of health and hygiene in photography. We all know that health and hygiene are the foundation of one's well-being. നമുക്കറിയാം ഹെൽത്തും ഹൈജീനും കോറിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. എന്താണ് ഹെൽത്ത്, എന്താണ് ഹൈജീൻ എന്നൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ നോക്കാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന ടോപ്പിക്കിലെ സെക്ഷൻ 1 സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്ന ടോപ്പിക്കാണ്. വളരെ ബേസിക് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹ്യൂമൻ ബോഡി എന്തൊക്കെയുണ്ട്. ആദ്യം സ്കെലറ്റൻ സിസ്റ്റം, മസിൽസ്, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, ഓർഗൻസ്, പിന്നെ റെസ്പിറേറ്ററി ഓർഗൻസ്, ഡൈജസ്റ്റീവ് ഓർഗൻസ്, എക്സ്ക്രീറ്ററി ഓർഗൻസ് ആൻഡ് നെർവസ് സിസ്റ്റം ഓർഗൻസ്. ഇത്രയും ഓർഗൻസ് നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് നല്ല സ്മൂത്ത് ആയിട്ട് പോകും, ഈസി ആയിട്ട് പോകും. ഇനി നമുക്ക് ഓരോ സംഭവത്തിന്റെ ഓരോ സ്കെലറ്റന്റെ ആണെങ്കിലും മസിൽസിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെയും ഫങ്ഷൻസ് എല്ലാം നമ്മൾ നോക്കാം. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് സ്കെലറ്റന്റെ ഫങ്ഷൻ ആണ്. സ്കെലറ്റൻ എന്താ? ബോൺസ് ആണ് സ്കെലറ്റൻ. സ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ ബോൺസ് ആണ്. ബോൺസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിന് ഒരു ഷേപ്പും ഒരു ഫേർനെസ് ഒക്കെ നൽകുന്നത് ഈ ബോൺസ് ആണ്. പിന്നെ ബോൺസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താ? അത് നമ്മുടെ ഇന്നർ ഓർഗൻസിനെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ബ്രെയിൻ ആണെങ്കിൽ സ്കള്ള് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ലങ്സിനെ നമ്മുടെ വെക്കേജ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ഓരോരോ ഓർഗൻസിനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോൺസ് പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഇന്നർ ഓർഗൻസിന് ഒരു പ്രശ്നം തട്ടാതെ ഇരിക്കുന്നത്. ഒരു ആക്സിഡന്റ് സംഭവിച്ചാലും വലിയ കാര്യമായിട്ട് നമ്മുടെ ഇന്നർ ഓർഗൻസിന് സംഭവിക്കാത്തത് ബോൺസ് പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ 206 ബോൺസ് ആണുള്ളത്. 206 ബോൺസ് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ട്. ഈ 206 ബോൺസ് ഒരേപോലെ ഒന്നും ഇരിക്കുന്നത്. ചില ബോൺസ് ലോങ് ആണ്, ചില ബോൺസ് സ്മോൾ ആണ്, ചിലത് ഇറഗുലർ ഷേപ്പ് ആണ്, ചിലത് ഫ്ലാറ്റ് ആണ്. അങ്ങനെ ബോൺസ് ഡിഫറെന്റ് കൈൻഡ്സ് ആണ്. ഈ ബോൺസ് നമ്മുടെ ഈ അപ്പർ ഈ പോർഷനില് നമ്മുടെ ബോൺസ് വന്നിട്ട് കൂടുതലും ലോങ് ബോൺസ് ആണ് വരിക. അതുപോലെ ബ്രിസ്റ്റ് അങ്ങനത്തെ പ്രദേശത്തൊക്കെ സ്മോൾ ബോൺസ് ആണ് വരിക. വെർട്ടിബ്രൽ കോളത്തിൽ ഇറഗുലർ ബോൺസ് ആണ് വരിക. ഈ ഫ്ലാറ്റ് ബോൺസ് വന്നിട്ട് നമ്മുടെ ഷോൾഡർ ഹിപ്പിലൊക്കെ നമ്മുടെ ഫ്ലാറ്റ് ബോൺസ് ആണ് വരിക. ബോൺസ് ഇങ്ങനെ പല പ്രദേശത്തും പല രീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ ജോയിന്റ്സ് എന്താന്നുള്ള കാര്യമുണ്ട്. ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 2-3 ബോൺസ് ഒന്നിച്ച് ചേരുന്ന, അതായത് ഇതൊരു ഈ ഒരു സ്റ്റീൽ പോർഷനില് ഇവിടെ ഒരു ബോണും ഇവിടെ ഒരു ബോണും വന്നിട്ടാണ് ജോയിൻ വന്നിരിക്കുന്നത്. ഈ ജോയിന്റ്സ് ആണ് നമ്മുടെ ഇങ്ങനെ ഒരു മൂവ്മെന്റിനെ നമ്മളെ സഹായിക്കുന്നത്. ഈ ജോയിന്റ്സ് ആണ് നമ്മുടെ മൂവ്മെന്റ് ടു ദ ബോഡി എന്ന് പറയുന്നത്. മോർ ബോൺസ്, അത് ഒരു 1-2 കൂടുതലോ ബോൺസ് വന്നാലേ ഒരു ജോയിന്റ് ആവത്തുള്ളൂ. പിന്നെ മസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ബോൺസിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സംഭവം. They are attached to the bones and are responsible for the body movements. 2 തരത്തിലുള്ള മസിൽസ് ഉണ്ട്, വോളണ്ടറി മസിൽസും ഇൻവോളണ്ടറി മസിൽസും. ഇപ്പം ഹാർട്ട് മസിൽസ് ഒക്കെ ആണെങ്കിൽ ഇൻവോളണ്ടറി ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് അനക്കാനോ നമുക്ക് വിചാരിച്ചാൽ അതിനെ അനക്കാതിരിക്കാനോ പറ്റത്തില്ല. നമ്മുടെ കയ്യിലല്ല അതിന്റെ കൺട്രോൾ ഇരിക്കുന്നത്. അത് സ്വമേധയാ ചലിക്കുന്നു, സ്വമേധയാ ചെയ്യുന്നു. നമ്മുടെ കയ്യിലല്ല അതിന്റെ കൺട്രോൾ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇൻവോളണ്ടറി മസിൽസ്. വോളണ്ടറി മസിൽസ് നമുക്ക് പറ്റും അതിന്റെ മൂവ്മെന്റ്. അടുത്ത നമ്മൾ നോക്കുന്നത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. നമുക്കറിയാം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ഫോർ ബ്ലഡ് സർക്കുലേഷൻ ഏതാണ്? ഓഫ് കോഴ്സ് ഹാർട്ട് ആയിരിക്കും. ഹാർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ചെസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും ഹാർട്ട് ഇരിക്കുക. പിന്നെ ഹാർട്ടിന്റെ സൈസ് വന്നിട്ട് ഒരു ഫിസ്റ്റ് ചുരുട്ടുമ്പോൾ എത്രയാണ്? ഇതാണ് ഹാർട്ടിന്റെ സൈസ്. ഇതൊരു അഡൽട്ട് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഫിസ്റ്റ് ചുരുട്ടുന്ന സൈസ് ആയിരിക്കും ഹാർട്ടിന്റെ സൈസ്. അപ്പോൾ ഇത് ഹോളോ ആയിട്ടുള്ള മസ്കുലർ ഓർഗൻ ആണ്. ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് ഹാർട്ട് നടത്തുക. ഹോളോ എന്ന് പറഞ്ഞാൽ അറിയാം, അകം പൊള്ളയായിട്ടുള്ള മസ്കുലർ ഓർഗൻ. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നമ്മുടെ ഇഷ്ടപ്രകാരമല്ല മൂവ്മെന്റ് നടത്തുന്നത്. നമുക്ക് അതിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. തന്നെത്താൻ അത് ഹാർട്ട് മസിൽസ് ആണ് തന്നെത്താൻ ചെയ്യുന്നത്. പിന്നെ 3 തരത്തിലുള്ള ലെയേഴ്സ് ആണ് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്: പെരികാർഡിയം, എൻഡോകാർഡിയം ആൻഡ് മയോകാർഡിയം.
ഈ 3 ലെയേഴ്സും ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. 2 കമ്പാർട്ട്മെന്റ് ആണ് ഹാർട്ടിനുള്ളത്, ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ്, റൈറ്റ് കമ്പാർട്ട്മെന്റ്. റൈറ്റ് കമ്പാർട്ട്മെന്റിൽ ഇംപ്യൂർ ബ്ലഡ് ആണുള്ളത്, ലെഫ്റ്റ് കമ്പാർട്ട്മെന്റിൽ വന്നിട്ട് പ്യൂർ ബ്ലഡ് ആണുള്ളത്. ഈ ലെഫ്റ്റും റൈറ്റും കമ്പാർട്ട്മെന്റ്സിനെ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഓറിക്കിൾസും വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞാൽ. ഓറിക്കിൾസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിസീവിംഗ് ചേമ്പേഴ്സ് ആണ്. പിന്നെ ഈ ഇതിനകത്തുള്ള പ്യൂർ ബ്ലഡിനെ നമുക്ക് ഹോൾ ബോഡിയിൽ എങ്ങനെ സർക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്ന ആർട്ടറീസ് ആൻഡ് വെയിൻസ് വഴിയാണ്. ആർട്ടറീസ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പ്യൂർ ബ്ലഡിനെ ഹോൾ എല്ലാ ഓർഗൻസിലും സർക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ വെയിൻസ് ഇൻഡോർ ബ്ലഡിനെ എല്ലാ ഓർഗൻസിനും കളക്ട് ചെയ്ത് ഹാർട്ടിന് കൊടുക്കുന്നു, അതിനെ പ്യൂർ ആക്കി ആർട്ടറീസിന് കൊടുക്കുന്നു. ഇതൊരു സർക്കുലേറ്റ് ചെയ്യാണ് വൃത്തം പോലെ. പിന്നെ നമ്മൾ നോക്കുന്നത് ബ്ലഡ് ആണ്. ബ്ലഡ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്ലഡ്. ബ്ലഡ് വന്നിട്ട് ബ്ലഡിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ നോക്കാം. ബ്ലഡ് ഈസ് ആൻ എസെൻഷ്യൽ ഫ്ലൂയിഡ് വിച്ച് സർക്കുലേറ്റ്സ് ഇൻ അവർ ബോഡി. ഇനി ഇതിനകത്ത് ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലഡ് ആണ്. ഈ ഓക്സിജൻ സർക്കുലേഷൻ ബോഡി ടിഷ്യൂസിനെ നറിഷ് ചെയ്യും. അതിനെല്ലാം സഹായിക്കുന്നത് ഈ ബ്ലഡാണ്. ബ്ലഡിന്റെ ഫ്ലോയിലൂടെയാണ് ഈ ബ്ലഡ് ടിഷ്യൂ ബോഡി ടിഷ്യൂസ് ഒക്കെ നറിഷ് ചെയ്യപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ വേസ്റ്റ് പ്രൊഡക്ട്സ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുന്നത് ബ്ലഡ് തന്നെയാണ്. ഇപ്പം ബ്ലഡിന് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തത് ബ്ലഡ് വെസൽസിലേക്ക് പോകാം. 3 ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് എന്നുള്ളത് നമുക്കറിയാം. ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ആർട്ടറീസ് നമ്മൾ പറഞ്ഞു ക്യാരീസ് പ്യൂർ ബ്ലഡ് ടു ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് പ്യൂർ ബ്ലഡിനെ നമ്മുടെ ഹോൾ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആർട്ടറീസ് ആണ്. വെയിൻസ് വന്നിട്ട് പ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് ഹാർട്ടിന് കൊടുക്കുന്നു. അതുപോലെ ഒരു പോയിന്റ് ഞാൻ പറയാൻ മറന്നു, അയോർട്ട എന്ന് പറയുന്നതാണ് ബിഗ്ഗസ്റ്റ് ആർട്ടറി എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡിയുടെ ബിഗ്ഗസ്റ്റ് ആർട്ടറി അയോർട്ടയാണ്. പിന്നെ കാപ്പിലറീസ് വന്ന് കാപ്പിലറീസിന്റെ ഡെഫിനിഷൻ പറയാതെ tiny blood vessels which connect the small arteries, veins. The exchange of oxygen and nutrition with carbon dioxide by the tissues takes place in capillaries. അപ്പോൾ ടൈനി ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് നമ്മുടെ ഈ സ്മോൾ ആർട്ടറീസിനെ വെയിൻസിനെ കണക്ട് ചെയ്യുന്ന ടൈനി ആയിട്ടുള്ള ബ്ലഡ് വെസൽസിന് പറയുന്ന പേരാണ് കാപ്പിലറീസ്. നമ്മളിപ്പോൾ 3 ടോപ്പിക്ക് തീർത്തു, സ്കെലട്ടൺ, മസിൽസ്, പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം. അടുത്ത നമ്മൾ നോക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. റെസ്പിറേറ്ററിക്ക് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലങ്സ് ആണ്. ഈ ലങ്സ് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്. ഇത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ബ്രീത്തിനും ചെയ്യും, ബ്രീത്ത് ഔട്ടും ചെയ്യും. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജനെ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും, ഈ ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ ഈ ബ്ലഡ് വഴി ഈ ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജനെ കൊണ്ടുപോയി ബോഡി ടിഷ്യൂസിലേക്ക് കൊടുക്കുകയും ആ ബോഡി ടിഷ്യൂസ് നറിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ പോയിസണസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ ലങ്സ് പുറത്തോട്ട് വിടുന്നു. ഇതാണ് ബേസിക് ആയിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നടക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമുക്കറിയാം അത് വായിലാണ് തുടങ്ങുന്നത്. വായിൽ നമ്മൾ ചൂ ചെയ്യുമ്പോൾ തന്നെ പകുതി ഡൈജഷൻ കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ അറിയാം. സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനുമാണ് ഫുഡിന്റെ ഡൈജഷനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് ഗാസ്ട്രിക് ജ്യൂസസ് ആൻഡ് സെക്രീഷൻ ഫ്രം ദ ലിവർ, പാൻക്രിയാസ് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ് ആൻഡ് ദ നറിഷ്മെന്റ് ഈസ് ക്യാരിഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ബൈ ബ്ലഡ്. നമ്മൾക്ക് ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് നമുക്ക് വയറ്റിൽ തന്നെ വെച്ചാൽ പോരല്ലോ, അത് നമുക്ക് ബോഡിയുടെ പല പാർട്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്നത് ബ്ലഡ് ആണ്. അതുപോലെ തന്നെ ഈ അൺഅബ്സോർബ്ഡ് ഫുഡ്, അതായത് നമ്മുടെ ബാക്കി വരുന്ന ഫുഡ് അത് ഫീക്കസ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ക്രീറ്ററി ഓർഗൻസ്. എക്സ്ക്രീറ്ററി ഓർഗൻസിൽ കിഡ്നിയും സ്കിന്നുമാണ് മെയിൻ ആയിട്ട് വരിക. കിഡ്നി വന്നിട്ട് യൂറിനെ പുറത്തോട്ട് കളയുന്നു, അതായത് വേസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് യൂറിൻ ഈസ് റിമൂവ്ഡ് ത്രൂ കിഡ്നി. അടുത്തത് സ്കിൻ ആണ്. സ്കിൻ നമുക്കറിയാം, നമ്മൾ വേർക്കുമ്പോഴൊക്കെ സ്കിന്നാണ് ആ വേർപ്പിനെ പുറത്തോട്ട് കളയുന്നത്. നമുക്ക് സ്കിന്നിന് നോക്കാം. വേസ്റ്റ് മാറ്റർ ഇൻ ദ ഫോം ഓഫ് സ്വെറ്റ് ഈസ് റിമൂവ്ഡ് ത്രൂ സ്കിൻ. അപ്പോൾ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്നുള്ള ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. അടുത്ത നമ്മൾ നോക്കുന്നത് നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റം ഓർഗൻസിൽ 2 എണ്ണമാണ് വരുന്നത്, ബ്രെയിനും നെർവ്സും.
ബ്രെയിൻ വന്നിട്ട് ഇറ്റ് ഈസ് എ കോമ്പാക്ട് നെർവ് ടിഷ്യൂ സ്ട്രക്ചർ വിച്ച് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ബോഡി ഫങ്ഷൻസ് ത്രൂ നെർവ്സ്. അതായത് തലയിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്. ബ്രെയിൻ ആണ് എല്ലാം നമ്മുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എല്ലാ വർക്കും നടത്തുന്നത് ബ്രെയിൻ ആണ്. അത് നമുക്ക് പറയാതെ തന്നെ അറിയാം. അടുത്തത് നെർവ്സ്. ദേ കൺട്രോൾ ഓൾ ദി ഓർഗൻസ് ആൻഡ് ദർ ഫങ്ഷൻസ്. ദേ ആർ സിൽവറി വയർ ലൈക്ക് ഫൈബേഴ്സ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ബ്രെയിൻ. ബ്രെയിനുമായിട്ടാണ് നെർവ്സ് കണക്ട് ആയിരിക്കുന്നത്. ഈ നെർവ്സ് ആണ് നമ്മുടെ ഓർഗൻസിന്റെ എല്ലാ ഫങ്ഷനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് എന്ന ഹ്യൂമൻ ബോഡിയിലെ ആദ്യത്തെ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.